അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. അതെ ഗൈസ്, എല്ലാവർക്കും ഒന്നും കൂടെ ബലിപെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോട്ടെ. എല്ലാ പെരുന്നാൾക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ പള്ളിയിൽ പോകണം എന്നിട്ടാ. പല കാര്യങ്ങളായി ഗൈസ് ഒന്നും നടക്കലില്ല. നമ്മൾ എത്തുന്ന സമയത്ത് നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടാവും. നമുക്ക് സീറ്റ് കിട്ടിയതൊക്കെ മുകളിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം നമ്മൾ നേരെ പോയത് നമ്മളെ പള്ളിക്കൊക്കെയാണ്. നമ്മളെ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മൾ ഈ പള്ളീൻ്റെ മുന്നിലിട്ടാ. അവിടെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതിൻ്റെ ശേഷം എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം നേരെ വീട്ടിൽ പോയിട്ട് ചായ അടിക്കലാണ് നമ്മളെ പരിപാടി. അങ്ങനെ കുറേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളത് ഒരു നമ്മൾ ഉത്തരവാദിത്വം കൂടെ ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഈദാശംസകൾ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ട. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രൈ ചെയ്ത് ലാസ്റ്റ് 2 വീഡിയോ എടുത്തിട്ടാണ്. അതിന് ശേഷം നമ്മളെ ഷാമോൾ വന്നിട്ടുണ്ടായിരുന്നു. ഷാമോൾക്ക് അതുപോലെ തന്നെ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു ഈദ് മുബാറക്ക് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ പോയത് എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാട്ടോ. മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് എല്ലാ പെരുന്നാൾക്കും പോവും. ചെറിയ പെരുന്നാൾക്കും പോവും, വലിയ പെരുന്നാൾക്കും പോവും. അവിടെ പോയിട്ട് മൂത്താപ്പാനോട് ഈദ് മുബാറക്ക് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കലിട്ടാ. അങ്ങനെ മൂത്താപ്പാൻ്റെ കുറേ നേരം ഇന്ന് സംസാരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി മൂത്താപ്പാനെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേര സമയത്ത് നമ്മുടെ സെഫൽ വന്നിട്ടുണ്ടായിരുന്നു. സെഫലിന് ബീച്ച് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രിപ്പും കൂടെ പ്ലാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാരണം അതൊരു അസാധ്യ ട്രിപ്പായിരിക്കും. കാരണം നമ്മൾ ബൈക്ക് ട്രിപ്പാണ് അടിക്കാൻ പോണത്. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മളെ സ്വന്തം വാക്കാട് ബീച്ചിലേക്കായിരുന്നു. അങ്ങനെ വാക്കാട് ബീച്ച് ഗൈസ് മഴ പെയ്തതുകൊണ്ട് വളരെ മൂഞ്ചി അവസ്ഥയായിരുന്നു. കുറച്ച് സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാത്ത സമയത്തൊക്കെ അവിടെ കയറിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഈദ് മുബാറക്ക്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.